ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഹാഫ് ഡേ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഞാൻ എണീറ്റ് റൂമിന് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇവരുടെ ലൈറ്റും ഓക്സിജനും ഓണാക്കി ഫിഷ് ഫുഡ് കൊടുക്കും. പിന്നെ കിച്ചണിലും 2 ബൗളുണ്ട്, അതിലും ഫിഷുണ്ട്. അപ്പോൾ അവർക്കും ഫുഡ് കൊടുക്കും. പിന്നെ ഈ മണി പ്ലാന്റിന് ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ ചായ എനിക്ക് മസ്റ്റാണ്. എനിക്ക് രാവിലെയും വൈകിട്ടും ചായ വേണം. അതിൽ കൂടുതൽ കിട്ടിയാലും ഞാൻ കുടിക്കും. ഡേ വിത്തൗട്ട് ചായ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് വെറുതെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുവാണ്. ഇതിനി വളരെ കുറച്ച് ഡേയ്സ് കൂടി നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം സ്കൂളൊക്കെ തുറക്കാറായല്ലോ. പിന്നെ രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും എല്ലായിടത്തും. പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയുമാണ്. എനിക്ക് കാപ്പി അത്ര നിർബന്ധമുള്ള കാര്യമല്ല. അത്രയും നല്ല ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ കൂടി മിക്കവാറും ഡേയ്സിൽ ഞാൻ കാപ്പി അങ്ങനെ കഴിക്കാറില്ല. കാരണം എനിക്ക് കുഞ്ഞിലേ തൊട്ട് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ആ ഒരു ടൈമിൽ വിശപ്പൊന്നും അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും കഴിക്കില്ല. ഞാനൊരു വലിയ കപ്പിലാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ അത്രയും ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു 11 മണി വരെയൊന്നും അങ്ങനെ വിശപ്പ് തോന്നാറില്ല, തീരെ വിശപ്പ് തോന്നാറില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വിശപ്പ് തോന്നിയാൽ നമ്മൾ കാപ്പി കഴിക്കണ്ടല്ലോ, ചോറ് വയ്ക്കാനുള്ള സമയമാവുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കാതെ ആയി. പിന്നെ എനിക്കതൊരു ശീലമായി. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ തീയലും മെഴുക്ക് പുരട്ടിയും മീൻ പൊരിച്ചതും ആക്കാമെന്ന് വിചാരിക്കുന്നു. തീയൽ ഉള്ളിത്തീയലാണ്. പിന്നെ ഇവിടെ നിന്ന വെണ്ടയിൽ നിന്നും 2 വെണ്ടയ്ക്ക കിട്ടി. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഇട്ടുവെന്നേ ഉള്ളൂ. എനിക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറി നിർബന്ധമല്ല എന്നല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ചില കോമ്പിനേഷൻസ് ഇഷ്ടമാണ്. ഈ രസവും ചാളമീൻ പൊരിച്ചതും പിന്നെ പുളിശ്ശേരിയും ബീഫ് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തതും അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചേട്ടന് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറി നിർബന്ധമാണ്. അതിപ്പോൾ രസമോ സാമ്പാറോ തീയലോ അങ്ങനെ എന്തെങ്കിലും തന്നെ വേണം. മെഴുക്ക് പുരട്ടിക്കായിട്ട് ഞാൻ കത്തിരിക്കയാണ് എടുത്തത്. ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ കത്തിരിക്ക എന്നല്ല, എന്തും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് മസാല ചേർക്കും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അങ്ങനെയുള്ള മസാലകൾ ചേർക്കും. പക്ഷേ എൻ്റെ വീട്ടിലെ അമ്മ അങ്ങനെ മസാല ഒന്നും ചേർക്കത്തില്ല. എനിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്കിഷ്ടം മസാല ചേർക്കാത്ത മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇത് എൻ്റെ വളരെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. ചീരയും പാവയ്ക്കയും പയറും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെയും കൂടി ആയപ്പോൾ എല്ലാം പുഴുവൊക്കെ കയറി ആകെ നശിച്ചു. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞായിരുന്നു, കളഞ്ഞായിരുന്നു. ഇനി ഒന്നും കൂടി എല്ലാം നട്ട് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കിന്ന് ചാള മീനാണ് കിട്ടിയത്. അപ്പോൾ മീൻ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തീയലിന് പകരം രസം തന്നെ ഉണ്ടാക്കിയേനെ. കാരണം എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് രസവും ചാളമീൻ പൊരിച്ചതും.
ഇനിയിപ്പോൾ രസം ഉണ്ടാക്കുന്നില്ല, എന്തായാലും തീയൽ ഉണ്ടാക്കിയല്ലോ ഒഴിച്ചേറിക്ക് വേണ്ടി. എൻ്റെ അമ്മ എവിടെ പോയാ കൊച്ചിൻ്റെ? ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ അക്ഷയപാത്രം എന്ന് പറയുന്നത് നമ്മുടെ സിങ്കാണ്. എത്ര കഴുകിയാലും ഇങ്ങനെ പാത്രം കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വ്ളോഗാണ്. അപ്പോൾ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.